നമസ്കാരം. മലയാള സിനിമ ഇപ്പോൾ തകർച്ചയിലാണ്. ഓരോ സിനിമകൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സിനിമ ഇറങ്ങുമ്പോൾ തന്നെ ബോക്സ് ഓഫീസിൽ മൂക്കും കുത്തി വീഴുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മട്ടാഞ്ചേരി മാഫിയ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ സജീവമായി നിൽക്കുകയും മോഹൻലാൽ നായകനായ എമ്പുരാൻ ഈ മാസം റിലീസിന് തയ്യാറായി നിൽക്കുമ്പോൾ അതിനെ തകർക്കാനായിട്ട് പല വഴികളും സിനിമ അണിയറയിൽ തന്നെ ഒരുങ്ങുന്നുണ്ട് എന്നതാണ് വസ്തുത. മലയാള സിനിമ എങ്ങനെ ഏത് രീതിയിൽ തകർക്കാം എന്നതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവർ സജീവമായിട്ട് തന്നെ നമ്മുടെ മലയാള സിനിമയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓരോ സിനിമ ഇറങ്ങുമ്പോഴും അത് പൊട്ടി പാളിച്ചായി പോകുന്നത്. നിലവിൽ വമ്പൻ ഹൈപ്പോടെ ലോകത്താകമാനം റിലീസിനൊരുങ്ങുകയാണ് എമ്പുരാൻ. മണിക്കൂറുകൾ ശേഷിക്കെ ചിത്രത്തെ സംബന്ധിച്ച വിശേഷങ്ങൾ ആരാധകർ ഏറെ ആവേശത്തോടെയാണ് കേൾക്കുന്നത്. ഭാഷാഭേദമന്യേ ചിത്രത്തെ വരവേൽക്കാനാണ് ഇന്ത്യൻ സിനിമാ പ്രേമികളുടെ തീരുമാനം. എന്നാൽ ഇപ്പോഴിതാ അത്ര സുഖകരമല്ലാത്ത ഒരു കാര്യം എമ്പുരാനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ഉയരുകയാണ്. ചിത്രത്തിനെതിരെ ബോയ്ക്കോട്ട് ആഹ്വാനമാണ് എക്സിലെ ഒരു പ്രമുഖ പേജിൽ നിന്നും ഉയരുന്നത്. കന്നഡ ഡൈനാസ്റ്റി എന്ന കന്നഡ പേജിൽ നിന്നാണ് ബോയ്ക്കോട്ട് ആഹ്വാനം. എമ്പുരാൻ എന്ന മലയാള സിനിമയെ ഒരു വിതരണ കമ്പനി കർണാടകയിൽ മുഴുവൻ കൊണ്ടുവന്ന് തള്ളിയിരിക്കുകയാണ്. അതും മലയാള ഭാഷയിൽ. ഭാഷ അടിച്ചേൽപ്പിക്കുന്നത് പോലെയാണ്. മലയാള സിനിമയ്ക്ക് 1000 ഷോകൾ നൽകുന്നു, എന്നാൽ കന്നഡയിൽ ഒന്നുമില്ല എന്നും പേജിൽ പറയുന്നു. ഒരു സിനിമ കർണാടകയിൽ റിലീസ് ചെയ്യണമെങ്കിൽ അത് കന്നഡയിൽ ഡബ് ചെയ്ത് ഇറക്കണമെന്ന് പോസ്റ്റിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. സിനിമയുടെ വിതരണക്കാരെ അടക്കമാണ് പോസ്റ്റിൽ വിമർശിക്കുന്നത്. എന്നാൽ പേജിന്റെ ഈ ആഹ്വാനത്തെ പൂർണ്ണ അവജ്ഞതയോടെ തള്ളുകയാണെന്ന് സിനിമാ പ്രേമികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഭാഷയുടെ പേരിൽ കലയെ ഭിന്നിപ്പിക്കരുതെന്നും സിനിമയെ സിനിമയായി കാണണമെന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുകയാണ്. മലയാളമായാലും തമിഴായാലും കന്നഡയായാലും തെലുങ്കായാലും ഹിന്ദിയായാലും പ്രേക്ഷകന് ഇഷ്ടപ്പെട്ട ഭാഷയിൽ കാണുക എന്നതും മലയാള ഡബിംഗ് വേർഷൻ കാണാൻ താല്പര്യമില്ലാത്തവർ അതാത് പ്രാദേശിക ഭാഷകളിൽ കാണൂ എന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കേരളത്തിൽ അന്യഭാഷാ ചിത്രങ്ങൾ പലതും ഡബിംഗ് ഇല്ലാതെയാണ് കാണുന്നതെന്നും ആ കൊടുക്കൽ വാങ്ങൽ ഇവിടെയും ആകാമെന്നും ചിലർ പറയുന്നു. അതേസമയം KGF, സലാർ എന്നീ സിനിമകൾ ഒരുക്കിയ ഹോംബാലെ ഫിലിംസ് ആണ് എമ്പുരാന്റെ കർണാടകയിലെ വിതരണം ഏറ്റെടുത്തിരിക്കുന്നത്. 198-ലധികം ഹൗസ്ഫുൾ ഷോകളാണ് ഇതിനോടകം കർണാടകയിൽ ലഭിച്ചിരിക്കുന്നത്. ബുക്കിംഗ് ആരംഭിച്ച ആദ്യ 24 മണിക്കൂറിലെ കണക്കാണിത്. എന്തായാലും ഒരു മലയാള സിനിമയെ തന്നെ ഇളക്കി മറിക്കുന്ന രീതിയിലേക്ക് എമ്പുരാൻ സിനിമ ഈ മാസം തിയേറ്ററിലേക്ക് റിലീസിനെത്തും. എമ്പുരാൻ സിനിമ തിയേറ്ററിലേക്ക് എത്തിയാൽ അത് സിനിമയുടെ നിർമ്മാതാവിനും മാത്രമല്ല ഗുണകരമായി മാറുന്നത്. അതായത് സിനിമ ഇറങ്ങുന്ന തിയേറ്ററുകളിൽ ഉൾപ്പെടെയുള്ളവർക്ക് ഈ തകർന്നു നിൽക്കുന്ന അടച്ചുപൂട്ടാൻ വക്കിൽ നിൽക്കുന്ന പല തിയേറ്ററുകൾക്കും എമ്പുരാൻ സിനിമ ഒരു ആശ്വാസം പകരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ, കിള്ളിപ്പാലം, തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.